ചുമ്മാ ഒന്ന് ഇരുന്നപ്പോ പുറത്തേക്ക് നോക്കിയതാണ്. അതേ ഒരുത്തിന് ഓടി കയറി പെരക്കകത്തേക്ക് വരാൻ വേണ്ടി നോക്കുന്നു കേട്ടോ. നമ്മുടെ പണ്ടത്തെ ആ ഓന്തം കുട്ടപ്പന്റെ കുഞ്ഞനാണെന്ന് തോന്നുന്നു കേട്ടോ. ഓടി വരുന്ന സ്പീഡ് കണ്ടാൽ ഇപ്പൊ പെരക്കകത്ത് കയറി ചായ കുടിച്ചിട്ട് പോകുന്നതാണ് തോന്നുന്നത്. അമ്മാതിരി വരവാണ്. എന്നെ കണ്ടപ്പോ വഴി മാറിയിട്ട് അവൻ വേറെ എങ്ങോട്ടോ ഓടി പോകട്ടോ. നമ്മുടെ കുഞ്ഞുമണീസൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരൊക്കെ പേടിച്ച് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വീടിന്റെ ഉള്ളിൽ കയറി വന്നപ്പോ എന്താ തിന്നുവാന്ന് ഓർത്തോണ്ട് തപ്പിത്തേടി നടന്നു കഴിഞ്ഞപ്പോ ഒരു സാധനം കൈ കിട്ടിയേ. പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സംഭവം കേട്ടോ. നമ്മുടെ കുഞ്ഞുമണീസിന്റെ ഒരു അമൃതം പൊടി അടിച്ചോണ്ട് വന്നതാട്ടോ. വീട്ടിൽ പോയപ്പോ പശുവായിട്ട് ബന്ധമില്ലാത്ത കുറച്ച് പശുവും പാലും ഒഴിച്ചും കുറച്ച് വെള്ളം ഇട്ടും പൊടിയൊക്കെ ഒന്ന് കുറുക്കി കുറച്ചു നേരം നിന്ന് ഇങ്ങനെ കുറുക്കിക്കൊണ്ട് തിന്നു കേട്ടോ. സാ ആണി മീൻ വെട്ടി തന്ന് സഹായിക്കുവാണേ. സാനോട് കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നത്. തേങ്ങയൊന്നും ചിരണ്ടി തരുന്ന കാണാത്തപ്പോൾ ഞാൻ മെല്ലെ ഉണ്ണിക്കുട്ടനെ ചാർജ് ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോയിട്ടോ. ഉണ്ണിക്കുട്ടൻ കുറേ നേരം നിന്നിട്ട് ഇങ്ങനെ എല്ലാം ഇളക്കി റെഡിയാക്കുന്നുണ്ടായിരുന്നേ. സാ ആണി ആ സമയം കൊണ്ട് മീനൊക്കെ വെട്ടി റെഡിയാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ കുറുക്കും റെഡിയായി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്നേ. നല്ല മണം വരുന്നുണ്ടായിരുന്നു. ആ മണം കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്നു കേട്ടോ. വന്നിട്ട് വേഗം വലിയ അധികാരിയെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഞാൻ അതുകൊണ്ട് വേഗം തന്നെ ഒരു ഗ്ലാസ് ഒഴിച്ചെടുത്ത് വേഗം കൊണ്ടുപോയി ഇരുന്ന് കുടിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കണം കേട്ടോ. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കുറേശ്ശെ വാരി കൊടുത്തേ. ഇവർ കുറച്ചു നേരം കഴിഞ്ഞാൽ കുടിക്കുന്നുള്ളൂ, ചൂടൊക്കെ പോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പക്കുട്ടനാണെങ്കിൽ അത് കണ്ടപ്പം മുതൽ കരച്ചിൽ തുടങ്ങിയതാണ് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്.